ഹലോ, നമസ്കാരം. ദൃശ്യം 2 ആ മൂവിയെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ പാതിരാത്രിക്ക് വന്നത്. ജസ്റ്റ് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അത് കണ്ടതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരു അഭിപ്രായം പറയണമെന്ന്. ദൃശ്യം 1 കണ്ട് എല്ലാവരും വണ്ടർ അടിച്ചവരാണ് നമ്മളെല്ലാവരും. ദൃശ്യം 2 കിടിലം, പറയാതിരിക്കാൻ വഴിയില്ല. എന്താ ബ്രില്യൻസ്! ജീത്തു ജോസഫിൻ്റെ മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവി. ട്വിസ്റ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞു, പക്ഷേ കലക്കൻ ട്വിസ്റ്റുകളാണ് മക്കളെ. മൊത്തം സൂപ്പർ മൂവി. പടം തുടങ്ങുമ്പോൾ ഒരു ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പതിയെ ജോർജ് കുട്ടിയുടെ ജീവിതവും കുടുംബജീവിതം ഇപ്പോഴത്തെ ലെവല്, പുള്ളി തിയേറ്റർ തുടങ്ങിയതും സിനിമാ നിർമ്മാണവും ഒക്കെ ആയിട്ടും വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ലാഗ് ആദ്യം ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ അവരുടെ അയൽക്കാരെ ഒക്കെ വന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ കണ്ട് നമ്മൾ ചെറിയ ഒരു ഷിപ്പ് പോലെ തോന്നിയാലും കുറച്ച് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് കഥയുടെ ഗതി മാറുന്നത്, ട്വിസ്റ്റുകളാവുന്നത്. അതിൽ കഥാപാത്രങ്ങൾ പലരും നമ്മൾ ചെറിയ സ്ക്രീനിൽ കണ്ട ആൾക്കാരൊക്കെ ഇതിനകത്ത് നല്ല വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ്. കൂടാതെ കഴിഞ്ഞ പടത്തിലെ ആൾക്കാരെല്ലാം തന്നെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന പടമാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ, സൂപ്പർ ക്രൈം ത്രില്ലർ, കാണാതിരിക്കുന്നതായിരുന്നു. അതിൻ്റെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആദ്യത്തെ ട്വിസ്റ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ ചില കഥാപാത്രങ്ങളെ നമ്മൾ അവരുടെ വിഷപ്പകർച്ചകൾ കാണുമ്പോൾ നമ്മൾ ത്രില്ലടിച്ചു പോകും. പിന്നീട് ആകാംക്ഷയുടെ ഓരോ നിമിഷവും, അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഓരോ നിമിഷവും പോകുന്നത്. നമ്മൾക്ക് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഇത്. എന്നിട്ടോ ക്ലൈമാക്സോ സൂപ്പർ ക്ലൈമാക്സ്, ട്വിസ്റ്റ്. പക്ഷേ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റിയല്ല, ദൃശ്യം 3 നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം എന്നാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ഓരോരുത്തരും കണ്ടു നോക്ക്. കഥയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനകത്ത് കഥകളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള നിങ്ങളുടെ ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയാലോ. ഓരോ നിമിഷം കണ്ടാസ്വദിക്കണം. അത്ര അടിപൊളി മൂവിയാണ്, തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ആണ് ഇതുള്ളത്. OTT തിയേറ്ററിൽ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ആമസോൺ പ്രൈമിൽ വന്നതിന് ശേഷം അറിയില്ല. ഇത് വലിയ സ്ക്രീനിൽ കാണുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ മൊബൈലിലോ അല്ലെങ്കിൽ അതുപോലെ കാണുന്നതിനേക്കാളും ഞാൻ മൊബൈലിലാണ് കണ്ടത്. ആമസോൺ പ്രൈമിൽ വലിയ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ ഇത് കാണുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓരോ ദൃശ്യങ്ങളും മനോഹരമാണ്. ഓരോ ദൃശ്യങ്ങളും ഓരോ സീനുകളും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരപാര സൃഷ്ടി. ജോർജ് കുട്ടിയുടെ ഭയങ്കര സംഭവമാണ് ഇതിനകത്ത്. ജോർജ് കുട്ടിയുടെ ബുദ്ധി കൂർമ്മകഥയും. ദൃശ്യം 1 കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ദൃശ്യം 2 അത് എത്രമാത്രം കൂടുതൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാൽ മതി. അതിനപ്പുറമാണ് നമ്മുടെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ കഴിവ് നന്നായി പ്രതിഫലിച്ചിരിക്കുന്ന ഈ മൂവി. ദൃശ്യം 1 കൂടുതൽ ഇത് ഓടും. തിയേറ്ററിൽ ഓടുകയാണെങ്കിൽ കൂടുതൽ കളക്ഷൻ നേടും. അങ്ങനത്തെ ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക. കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് ഇതാക്കുന്നില്ല. പടം കണ്ട് മനസ്സിലാക്കുക, കണ്ടനുഭവിച്ച് അറിയുക. അതാണ്, മറക്കാതെ കാണണം ദൃശ്യം 2. മാത്രമല്ല, ദൃശ്യം 3ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കും ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസൊക്കെ വരും. ഓക്കെ, നന്ദി, നമസ്കാരം.